ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ ചതിയുടെ കഥയാണിത്. പക്ഷേ ഈ ചതി ലോകത്തെ തകർത്തുകളയാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാനായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഗതി മാറ്റിക്കുറിച്ച ഒരു മനുഷ്യൻ. തോക്കുകളോ ബോംബുകളോ ഇല്ലാതെ വെറും വാക്കുകളും ഭാവനയും കൊണ്ട് ഹിറ്റ്ലറുടെ നാസിപ്പടയെ മുട്ടുകുത്തിച്ച ഒരു സാധാരണക്കാരൻ. ജുവാൻ പുജോൾ ഗാർസിയ എന്ന പേര് ലോകം അധികം കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഗാർബോ എന്ന രഹസ്യനാമം അറിഞ്ഞിരുന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡബിൾ ഏജന്റ്. അസാധ്യമായ ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് അയാൾ ഒരു സാങ്കൽപ്പിക ലോകം സൃഷ്ടിച്ചു. ആ ലോകത്ത് ജർമ്മൻ സൈന്യം വിശ്വസിച്ചതും ജീവിച്ചതും അയാൾ എഴുതിയ തിരക്കഥയിലായിരുന്നു. ഇത് കേവലം ഒരു ചാരക്കഥയല്ല, മറിച്ച് യുദ്ധക്കളത്തിനു പുറത്ത് ബുദ്ധികൊണ്ട് വിജയിച്ച ഒരു യഥാർത്ഥ നായകന്റെ ജീവിതമാണ്. സ്പെയിനിലെ ബാഴ്സലോണയിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച പുജോൾക്ക് ഒരു സാധാരണ ജീവിതമായിരുന്നു വിധിക്കപ്പെട്ടിരുന്നത്. ഒരു ചിക്കൻ ഫാം നടത്തി ജീവിച്ചിരുന്ന ആ മനുഷ്യന് രാഷ്ട്രീയത്തോടോ യുദ്ധത്തോടോ വലിയ താൽപ്പര്യമൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം അയാളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. കമ്മ്യൂണിസവും ഫാസിസവും ഒരുപോലെ മനുഷ്യത്വത്തിന് ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ഹിറ്റ്ലറുടെ ക്രൂരതകൾ ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ വെറുതെയിരിക്കാൻ പുജോളിന് സാധിക്കുമായിരുന്നില്ല. ലോകത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹം അയാളെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6നെ സമീപിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഒരു ട്രെയിനിങ്ങുമില്ലാത്ത, സ്പാനിഷ് അല്ലാതെ മറ്റു ഭാഷകൾ വശമില്ലാത്ത ഈ മനുഷ്യനെ ബ്രിട്ടീഷുകാർ പുച്ഛിച്ചു തള്ളി. പലവട്ടം അയാൾ അവരുടെ വാതിലിൽ മുട്ടി, ഓരോ തവണയും നിരസിക്കപ്പെട്ടു. എന്നാൽ പുജോൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷുകാർ തന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ജർമ്മൻകാർ തന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതൊരു ഭ്രാന്തമായ തീരുമാനമായിരുന്നു, മരണത്തിലേക്കുള്ള ഒരു നേർത്ത വഴി. അയാൾ നേരെ ജർമ്മൻ എംബസിയിലേക്ക് ചെന്നു. താൻ ബ്രിട്ടനെ വെറുക്കുന്ന ഒരാളാണെന്നും ജർമ്മനിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാൻ തയ്യാറാണെന്നും അവരെ വിശ്വസിപ്പിച്ചു. ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗമായ അബ്ബർ അയാളിൽ വിശ്വസിച്ചു. അയാൾക്ക് അലാറിക് എന്ന കോഡ് നാമം നൽകി. അവർ അയാൾക്ക് കുറച്ച് പണവും വ്യാജരേഖകളും നൽകി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അവിടെ ചെന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താനായിരുന്നു ദൗത്യം. പക്ഷേ പുജോൾ പോയത് ലണ്ടനിലേക്കല്ല, പോർച്ചുഗലിലെ ലിസ്ബണിലേക്കായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ലണ്ടനിലാണെന്ന് ജർമ്മൻകാരെ വിശ്വസിപ്പിക്കാൻ തുടങ്ങി. ഒരു ഗൈഡ് ബുക്കും ടൈം ടേബിളും മാത്രം ഉപയോഗിച്ച് അയാൾ ബ്രിട്ടീഷ് സൈന്യത്തെക്കുറിച്ച് വ്യാജ റിപ്പോർട്ടുകൾ ചമച്ചു. തനിക്ക് കീഴിൽ 27 സാങ്കൽപ്പിക ചാരന്മാരുണ്ടെന്ന് അയാൾ ജർമ്മനിയെ വിശ്വസിപ്പിച്ചു. ഈ ചാരന്മാർ എല്ലാവരും പുജോളിന്റെ ഭാവനയിൽ വിരിഞ്ഞവരായിരുന്നു. ഓരോരുത്തർക്കും ഓരോ പേരും സ്വഭാവവും പശ്ചാത്തലവും അയാൾ നൽകി. ഈ വിവരങ്ങൾ വിശ്വസിച്ച് ജർമ്മനി അയാൾക്ക് വൻതോതിൽ പണം നൽകിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഈ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി ഞെട്ടിപ്പോയി. തങ്ങളുടെ മൂക്കിനു താഴെ ഇത്രയും വലിയൊരു ചാരശൃംഖല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവർ അത്ഭുതപ്പെട്ടു. അന്വേഷണം പുജോളിലെത്തിയപ്പോഴാണ് അവർക്ക് സത്യം മനസ്സിലായത്. ഈ മനുഷ്യൻ തനിയെ നിന്ന് നാസികളെ കബളിപ്പിക്കുകയാണ്. അതോടെ പുജോൾ ബ്രിട്ടന്റെ പ്രിയപ്പെട്ട ഗാർബോ ആയി മാറി. 1944 വേനൽക്കാലം. രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. സഖ്യകക്ഷികൾ ഫ്രാൻസിനെ നാസികളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു വലിയ നീക്കത്തിന് പദ്ധതിയിട്ടു. അതായിരുന്നു ഓപ്പറേഷൻ ഓവർലോഡ്. ചരിത്രം ഇതിനെ D-Day എന്ന് വിളിക്കുന്നു. ലക്ഷക്കണക്കിന് സൈനികർ കടൽ കടന്ന് ഫ്രാൻസിലെ നോർമണ്ടി തീരത്ത് ഇറങ്ങണം. എന്നാൽ ഇതിനു മുൻപിൽ ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. നോർമണ്ടിയിൽ ജർമ്മൻകാർ വലിയ പ്രതിരോധം തീർത്തിരുന്നു. സഖ്യകക്ഷികൾ അവിടെ വരുന്നത് ഹിറ്റ്ലർ അറിഞ്ഞാൽ സഖ്യസേനയുടെ വലിയൊരു ഭാഗം കൊല ചെയ്യപ്പെടും. ഈ ഘട്ടത്തിലാണ് പുജോളിന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡ് എന്ന പേരിൽ ഒരു വലിയ കപടനാടകത്തിന് അയാൾ തിരക്കഥയെഴുതി. സഖ്യകക്ഷികൾ നോർമണ്ടിയിലല്ല, മറിച്ച് പാസ് ഡി കാലെ എന്ന സ്ഥലത്താണ് ആക്രമണം നടത്താൻ പോകുന്നതെന്ന് അയാൾ ജർമ്മനിയെ വിശ്വസിപ്പിച്ചു. ഇതിനായി ബ്രിട്ടന്റെ തീരങ്ങളിൽ വ്യാജ ടാങ്കുകളും വിമാനങ്ങളും ട്രക്കുകളും റബ്ബർ കൊണ്ട് നിർമ്മിച്ചു. ഉപഗ്രഹങ്ങളിൽ നിന്ന് നോക്കിയാൽ ഇതൊരു വലിയ സൈന്യമാണെന്ന് തോന്നും. പുജോൾ തന്റെ 27 സാങ്കൽപ്പിക ചാരന്മാരിലൂടെ നിരന്തരം തെറ്റായ വിവരങ്ങൾ നാസികൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ജർമ്മൻ ജനറൽമാർ പുജോളിനെ പൂർണ്ണമായും വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തനായ ചാരനായി അവർ അയാളെ കണ്ടു. നോർമണ്ടിയിൽ ആക്രമണം നടന്നാൽ പോലും അതൊരു കബളിപ്പിക്കൽ മാത്രമാണെന്നും യഥാർത്ഥ ആക്രമണം കാലയിലായിരിക്കുമെന്നും അയാൾ ഹിറ്റ്ലറെ വിശ്വസിപ്പിച്ചു. 1944 ജൂൺ 6 D-Dayയുടെ പുലർച്ചെ നോർമണ്ടി തീരത്ത് സഖ്യസേന ഇരച്ചുകയറി. അപ്പോഴും ജർമ്മൻ പടയുടെ പ്രധാന ഭാഗം കാലയിൽ സഖ്യസേനയെ കാത്തിരിക്കുകയായിരുന്നു. നോർമണ്ടിയിൽ ആക്രമണം രൂക്ഷമായപ്പോൾ പോലും ഹിറ്റ്ലർ തന്റെ കരുത്തുറ്റ സൈന്യത്തെ അങ്ങോട്ടയക്കാൻ തയ്യാറായില്ല. കാരണം പുജോൾ അയച്ച സന്ദേശം ഹിറ്റ്ലറുടെ മേശപ്പുറത്തുണ്ടായിരുന്നു. ഇതൊരു പുകമറ മാത്രമാണ്, യഥാർത്ഥ ആക്രമണം വരാനിരിക്കുന്നതേയുള്ളൂ എന്നായിരുന്നു ആ സന്ദേശം. ജർമ്മൻ സൈന്യം കാലയിൽ വെറുതെ കാത്തിരുന്നു. ആ സമയം കൊണ്ട് സഖ്യസേന നോർമണ്ടി പിടിച്ചടക്കി. യുദ്ധത്തിന്റെ ഗതി മാറി. ഹിറ്റ്ലറുടെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു. ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ അന്ന് പുജോളിന്റെ ഒറ്റ സന്ദേശം കൊണ്ട് രക്ഷിക്കപ്പെട്ടു.
ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കം വിജയിച്ചത് ഒരു മനുഷ്യന്റെ ഭാവനയുടെ കരുത്തിലായിരുന്നു. യുദ്ധം അവസാനിക്കാറായപ്പോൾ ഒരു വിചിത്രമായ സംഗതി സംഭവിച്ചു. ജർമ്മനി പുജോളിന് അവരുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ അയൺ ക്രോസ് നൽകി ആദരിച്ചു. തോൽവി സമ്മതിക്കുമ്പോഴും തങ്ങളെ ചതിച്ചത് പുജോളാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അതേസമയം ബ്രിട്ടൻ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നൽകി ആദരിക്കുകയും ചെയ്തു. ശത്രുപക്ഷത്തുനിന്നും മിത്രപക്ഷത്തുനിന്നും ഒരേ സമയം ബഹുമതികൾ ഏറ്റുവാങ്ങിയ ചരിത്രത്തിലെ ഒരേയൊരു വ്യക്തിയായി ജുവാൻ പുജോൾ ഗാർസിയ മാറി. യുദ്ധത്തിനു ശേഷം നാസിപ്പടയുടെ അവശിഷ്ടങ്ങൾ തന്നെ വേട്ടയാടുമെന്ന് അയാൾ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്റെ മരണം അയാൾ വ്യാജമായി സൃഷ്ടിച്ചു. ആഫ്രിക്കയിൽ മലേറിയ ബാധിച്ച് പുജോൾ മരിച്ചുവെന്ന് ലോകം വിശ്വസിച്ചു. ദശകങ്ങളോളം അയാൾ വെനസ്വേലയിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചു. ആർക്കും അയാളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്നാൽ 1980കളിൽ ഒരു ചരിത്രകാരൻ പുജോളിനെ കണ്ടെത്തി. ലോകം ആ അത്ഭുത മനുഷ്യനെ വീണ്ടും കണ്ടു. നോർമണ്ടി തീരത്ത് ഒരിക്കൽ കൂടി അദ്ദേഹം പോയി. അവിടെ മരിച്ചുവീണ സൈനികർക്ക് അദ്ദേഹം പ്രണാമമർപ്പിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിതൊന്നും പണത്തിനു വേണ്ടിയല്ല ചെയ്തത്, മറിച്ച് ലോകത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയായിരുന്നു. 1988ൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ ലോകം തിരിച്ചറിഞ്ഞത് തോക്കുകളേക്കാൾ വലിയ ആയുധം മനുഷ്യന്റെ ബുദ്ധിയാണെന്നാണ്. ഹിറ്റ്ലറെ തോൽപ്പിച്ച ആ ചാരൻ ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി അവശേഷിക്കുന്നു. ഒരു സാധാരണ മനുഷ്യന് വിചാരിച്ചാൽ ലോകത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്നതിന് ജുവാൻ പുജോൾ ഗാർസിയ എന്ന പേര് എന്നും ഒരു സാക്ഷ്യമായി നിലകൊള്ളും.